ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി ജന സർവീസായിട്ട് കയറ്റിയാണ്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളായിട്ട് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ. ഈ തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിട്ട് വരും കേട്ടോ. അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യമുണ്ട്. ഹബിൻ്റെ കാര്യങ്ങൾക്കൊന്നും വേറെ ഡാമേജ് ഇല്ല. ബാക്ക് വീലിൻ്റെ ആ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നത്, അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് ഈ തവണ കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തവണ കൂടി ടൈറ്റ് ചെയ്യാം. അടുത്ത പ്രാവശ്യം മാറ്റുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറണം. അതേപോലെ തന്നെ വീൽ റബ്ബർ മാറണം. അതേപോലെ ബാക്കിലെ സസ്പെൻഷൻ്റെ കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്തിട്ട് ചെറിയൊരു പ്ലേ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോഴത്തേക്ക് കൂടാണെങ്കിൽ ആ കൂട്ടത്തേക്ക് അതുകൂടി മാറേണ്ടി വരും കേട്ടോ. ഇപ്പം നമുക്ക് ചെയ്യേണ്ട, അടുത്ത സർവീസിൽ ചെയിൻ സ്പോക്കറ്റ് മാറുമ്പോൾ ആ കൂട്ടത്തിൽ ചെയ്താൽ മതി. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഫിൽറ്റർ കിടക്കണേ, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ലീക്കേജ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണുന്നത് നമുക്ക് ഈ ന്യൂട്രൽ സ്വിച്ചിൻ്റെ ഇവിടുത്തെ ഭാഗം ഓറിങ് ലീക്കായിട്ട് ഇവിടെ ലീക്ക് വരുന്നുണ്ട്. അത് കൂടാണ്ട് ഈ ഹെഡ് കവറിൻ്റെ മുകളിലത്തെ ഇവിടെ വന്ന ബോൾട്ടിൻ്റെ മൗണ്ട് റബ്ബർ എന്ന് പറയും, അതും ചെറിയൊരു ലീക്കേജ് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തിലൊന്ന് മാറ്റിവിടാം. പിന്നെ നമുക്ക് വേറെയുള്ള കംപ്ലയിൻറ്റ് ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് കാണാം. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് സൈഡ് നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. കാരണം ഞാൻ പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് വേറെ പൈപ്പിൻ്റെ ഡാമേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പക്ഷേ നമുക്ക് ഫോർക്ക് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ സ്റ്റീൽ പൈപ്പിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ള കേസ് അറിയാൻ പറ്റുള്ളൂ. അത് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാനും പറ്റുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ അത് ചെയ്യണ കൂട്ടത്തിൽ തന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെറ്റും അടിയും കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ടൈറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ച് മാറ്റി സെറ്റ് ചെയ്താലാണ് ഫ്രണ്ടിലത്തെ ഭാഗം ക്ലിയറായി പോകുള്ളൂ. പിന്നെ അതേപോലെ ഡിസ്ക് ബ്രേക്ക് നമ്മൾ നോക്കി പാഡിനൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതിൽ ഈ റബ്ബർ സെറ്റ് മാത്രം ഒന്ന് മാറ്റിയിടാം. അത് ചെറുതായിട്ട് നമ്മൾ അഴിക്കുമ്പോൾ നമുക്കത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബഡ്ജ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിടണം നല്ലത് കേട്ടോ. കൂട്ടത്തിൽ അത് മാറ്റി കളയാതെ. ഇത് സ്പാർക്ക് പ്ലഗ് ആയാലും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പ്ലഗ് നടക്കാൻ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ്. ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്ക് ആ ന്യൂട്രൽ സ്വിച്ചും മൗണ്ട് റബ്ബറാണ് ലീക്കേജ്. ഇവിടെ ലീക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ രണ്ടും ഓയിൽ സീലുകൾ മാറ്റാം. അതേപോലെ തന്നെ ന്യൂട്രൽ സ്വിച്ചിൻ്റെ ഓറിങ്ങും മാറ്റി റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഞാൻ അഴിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. എങ്ങനെയാണ് അതിൻ്റെ പൈപ്പിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പോൾ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതും കൂടിയും അഴിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ പുറമേ നിന്ന് കാണുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ നോക്കിയിട്ട് പറയാം. കോൺസെപ്റ്റും ഫോർക്ക് ഓയിൽ സീല് മാത്രം പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. പൈപ്പിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ള കേസ് അഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് അഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.